ഹലോ റിതം ഓഫ് മൈ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പൊന്നാനിക്കാരുടെ മുട്ടപ്പത്തിരിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. പേര് കേൾക്കുമ്പോൾ നിങ്ങൾ മുട്ട വെച്ചിട്ടാണെന്ന് കരുതും, പക്ഷേ മുട്ടയൊന്നും ഇല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്കിനി ഒട്ടും സമയം കളയാതെ വീഡിയോ കണ്ടു നോക്കാം. അതിന് മുമ്പേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ഒരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മുട്ടപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 2 കപ്പ് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 8 പപ്പടമാണ്. അതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഞാനൊന്ന് കുതിർത്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ 1 കപ്പിന് 4 പപ്പടം എന്നുള്ള കണക്കിൽ ഞാൻ 2 കപ്പിന് 8 പപ്പടം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും കൂടെ മിക്സിയുടെ ജാറിലോട്ടൊന്ന് മാറ്റണം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. അപ്പോൾ ഇത് 2 ബാച്ചായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പകുതി ഞാൻ അരി ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ബാക്കിയുള്ള അരിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു പപ്പടവും കൂടെ ചേർത്ത് കൊടുക്കണേ. ഇനി നമ്മൾ അതിലോട്ട് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണേ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് മൈദയാണ് കേട്ടോ. അപ്പോൾ 2 കപ്പ് അരിയിലോട്ട് 1 കപ്പ് മൈദയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മൈദ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാവ് അതിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്റർ അല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കട്ടയില്ലാണ്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് അരിമാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് രണ്ടും കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് അത്രയും സമയം ഒന്ന് വെയിറ്റ് ചെയ്യാവേ. ഇനി നമുക്ക് മുട്ടപ്പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. എന്നാൽ മാത്രമേ നന്നായിട്ട് പൊങ്ങി വരാനുള്ള ഒരു സ്ഥലം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതിലോട്ട് ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇനി അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, തേങ്ങാപ്പാലാണെങ്കിലും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.